പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു എയർലൈൻ കുർത്തിയാണ്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഇന്ന് കാണിക്കുന്നത്. ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 4ആയി മടക്കിയിട്ടിട്ട് ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. താഴത്തെ ഭാഗത്ത് ഞാൻ ആ കുർത്തിയുടെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടൊരു ഫ്രിൽസ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഷോൾഡർ 7.5 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ് വരിക. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോവും. അപ്പം ആം ഹോൾ 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ചെസ്റ്റ് വരുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കാം. 15.5 ഇഞ്ചിൽ ഞാൻ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ വേസ്റ്റ് ലെങ്ത്ത് 15 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോവും. അതുകൊണ്ടാണ് 15.5 മാർക്ക് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും നമുക്കിതുപോലെ ലൈൻ വരച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ജാക്കറ്റ് നമ്മൾ എയർലൈൻ മോഡലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് താഴെ ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. 1/2 ഇഞ്ച് നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. 3.5 ഇഞ്ചിൽ ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഷോൾഡറിലേക്ക് നമുക്കിതുപോലെ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ആം ഹോളിൻ്റെ അടുത്ത് 1.75 മാർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ആം ഹോൾ വരച്ചെടുക്കാം. ആം ഹോൾ വരച്ചതിന് ശേഷം ഒന്ന് മെഷർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ ആം ഹോളിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് അത് 2ആയി മടക്കിയിട്ട് അതിൽ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും നെക്ക് ഡെപ്ത്ത് 12 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കാം. അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് അതിന് ശേഷം ഞാനൊരു കേർവ്ഡ് വി നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് ഞാനിതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതുപോലെ നെക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ കാണാവുന്നതാണ്. ഈ ജാക്കറ്റിൻ്റെ കൂടെ ഇടാനുള്ള എയർലൈൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഫ്രണ്ട് നെക്കിന് വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടും ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ ക്യാൻവാസ് 2ആയി മടക്കി അതിൽ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഡെപ്ത്ത് ഇതിൽ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതും നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഞാൻ യു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ക്ലോത്ത് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അയൺ ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ
ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ആം ഹോള് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയിൽ. അപ്പോൾ മേലെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം അളന്നെടുക്കാൻ. അപ്പോൾ എനിക്ക് 10.5 ഇഞ്ചും അതുപോലെ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടി 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ട് 12 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം 10.5 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾ വരുന്നത്. അതിവിടെ മാർക്ക് ചെയ്യുക. താഴത്തോട്ടേക്ക് 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും അതും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിൽ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സ്ലീവ് ലെങ്ത്ത്. അത് 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് നമ്മൾ ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ 3.5 ഇഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്കിവിടെ നമ്മുടെ ആം ഹോൾ റൗണ്ട് താഴത്ത് വരുന്നില്ലേ ഓപ്പണിങ്, അവിടെ 6 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ലൈനിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. താഴത്തോട്ട് സീം അലവൻസ് എടുത്തത് കൂട്ടേണ്ട, ബാക്കിയുള്ളത് വരുമ്പോൾ 11 വരിക. അതിൻ്റെ പകുതി 5.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ ഒരു കർവ് ഷേപ്പ് വരയ്ക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളിലേക്കും 1/2 ഇഞ്ചിൽ കർവ് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, 2 സ്ലീവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മാറിപ്പോവും. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് വെട്ടി വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ മാറിപ്പോണ്ടിരിക്കാൻ വേണമെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു നോച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാർക്ക് എന്തെങ്കിലും ഇടുക. ഇനി നമുക്ക് ഈ ജാക്കറ്റിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അതിനുവേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ച ഈ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഈ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. സെൻറ്ററിലായിട്ട് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ബാക്ക് പീസിലും ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ ഉള്ളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിലൊന്നും തട്ടരുത്. സ്റ്റിച്ചിലൊന്നും തട്ടാതെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചെറിയ പീസുള്ള ഭാഗത്തും ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിറകിലോട്ടേക്ക് ഇത് മടക്കി വെക്കാൻ ഈസി ആയിരിക്കും. അതിനുശേഷം നമുക്കിത് ഇതുപോലെ പിറകിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ജാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് കൂടെ മടക്കി വെക്കുക. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് 1 ഇഞ്ച് ഈ കാണിക്കുന്ന സ്ഥലത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ വരെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ ലൈൻ വരച്ചിട്ട് നമുക്കൊന്ന് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും. അപ്പോൾ ഈ ഓപ്പണിങ് നീറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, 1.5 ഇഞ്ച് വിട്ടുള്ള. അത് ഇതുപോലെ നടുക്കേ കൂടെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഈ നമ്മൾ കട്ട് ചെയ്ത ആ പീസിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത കുർത്തി പീസിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത് കേട്ടോ. ബാക്ക് സൈഡിൽ വെച്ചിട്ട്
നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിലൊരു ബോർഡർ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടേക്ക് ഇതുപോലെ മടക്കി വെക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് അതൊന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ 2 പീസ് ഞാൻ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിലും ഞാൻ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ആ മാർക്കിങ്ങിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെക്കുക. ഈ പാർട്ട് ബാക്ക് പീസിൻ്റെ ഈ നെക്കിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ പീസും അപ്പുറത്തെ സൈഡിൽ വെക്കുക. 2 ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഷോൾഡർ ഞാൻ കാണിച്ച മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി പിന്നെ നമുക്ക് വേണ്ടത് ഈ കുർത്തിയുടെ താഴത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ പീസ് വെച്ചിട്ട് ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത പീസസ് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഓരോ പീസ് വെച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിലുള്ള സ്ട്രിപ്പ് കിട്ടും. എന്നിട്ട് അതിൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കും. ആ ഫ്രിൽസ് ഇട്ടതാണ് പിന്നെ നമ്മൾ ആ കുർത്തിയുടെ താഴത്തെ പാർട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കിതുപോലെ ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് വരിക. ഇതിപ്പോൾ 13 ഇഞ്ചുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും പോകും. പിന്നെ 12 ഇഞ്ച് വരും. പിന്നെ 1.5 ഇഞ്ചിൻ്റെ ഒരു ഫ്രില്ലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 13.5 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ അറ്റത്ത് ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മളിതുപോലെ നടുക്കി മടക്കി നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൽ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ടെടുക്കും. എന്നിട്ട് അത് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം മടക്കി കഴിയുമ്പോൾ 1.5 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും. ചെറുതായി ഞൊറിയിട്ട് കൊടുത്തിട്ട് നമ്മളതിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവിൻ്റെ അറ്റത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഈ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മളെടുത്ത ഈ ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താഴത്തോട്ടേക്ക് ഇതുപോലെ തിരിച്ചിടാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാക്കറ്റിൻ്റെ സ്ലീവിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2ൻ്റെയും സെൻറ്റർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ജാക്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡ് പുറത്ത് കാണുന്ന രീതിയിൽ വിരിച്ചിട്ടിട്ട് 2 സൈഡും ഈക്വലാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 2 സൈഡിലും ഈ ഷോൾഡറിൻ്റെ അവിടെ ഇല്ല, ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്, അത് മാർക്ക് ചെയ്യുക. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തോട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് നമുക്ക് ആ വരച്ചിരിക്കുന്ന ലൈനിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും ചെയ്യണം കേട്ടോ. സ്ലീവ് റൗണ്ട് 6 ഇഞ്ചസ് ആണ് വരുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടുന്ന് താഴത്തോട്ടേക്ക് ചെസ്റ്റുമായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈനിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡിൽ ചെയ്ത അതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യുക. അപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്കിനി ഇതൊന്ന് നിവർത്തിയിടാം. അപ്പോൾ നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴത്തെ പാർട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് മടക്കുക. എന്നിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ 2 മടക്ക് മടക്കണം കേട്ടോ. ഇതുപോലെ 2 മടക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രിൽസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വലിയ സ്ട്രിപ്പില്ലേ 5 ഇഞ്ചിൻ്റെ കട്ട് ചെയ്തെടുത്തേ, ആ സ്ട്രിപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഇതുപോലെ ഞാൻ ഫ്രിൽസ് ഇട്ടെടുത്തു. ഇനി നമുക്കിതിൻ്റെ താഴത്തെ പാർട്ട്, ജാക്കറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇത് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഇതൊന്ന് ലെവലാക്കിയിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഫ്രിൽസെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലട്കൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ജാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. കണ്ടില്ലേ, ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രിൽസ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ലട്കൻസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.